ഇത്രയുള്ള പുതിയ സ്വാഗതം. അപ്പം നമ്മൾ പുതിയ സ്വാഗതം. ഞാൻ തന്നെ വീണ്ടും പറയുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണണ്ടാവും, ഇതൊരു സെർവറാണ്. ഈ സൈഡിലൊക്കെ ചാറ്റ് കണ്ടപ്പോൾ അതൊന്നും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ IP പോട്ട് അങ്ങനല്ല, ഇത് ക്രസ്റ്റ് MC ആണ്. ഇതിൽ മൊത്തം മലയാളികൾ എന്ന് വെച്ചാൽ കാണിച്ചില്ലെങ്കിൽ ഐശ്വസ് ഇവൻ വരെ മലയാളികളിരിക്കും. AR ഗെയിമിംഗ് MC അതൊക്കെ ഇവരൊക്കെ എന്താണ് മലയാളികളാണ്. ഇതൊക്കെ വേറെ നല്ല എല്ലാവരും ഫ്രണ്ട്ലി പ്ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ ടോട്ടം കിട്ടി, സ്വാഡ് കിട്ടി, പിന്നെ എൻ്റെ ഇരിക്കുന്ന പാൻറ്റും ചെൻ്റെ സാധനങ്ങളൊക്കെ കിട്ടി. ഇതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലില്ല. ഗാണ്ട് അപ്പോൾ നമുക്ക് ടീമൊക്കെ ഉണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ ജോയിൻ ആവാം. നമ്മുടെ ആദ്യം ഒരാളുണ്ട് ക്രീപ്പർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇതൊരു കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളുടെ ടീമിലുള്ള ആളാണ് ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഓൻ നല്ല കളിക്കുന്നൊക്കെ ഉണ്ട്. കളിക്കണമെന്ന് പറയുന്നില്ല. പോക്കറ്റ് അടിച്ചാണ് നമ്മൾ മോജോ അടിച്ചനും കണ്ടിച്ച്. ഇവിടെ ഒന്നുമില്ല, ഇതേപോലെ ഒരു ലെയറും കൂടി നമ്മൾ ഇവിടെ ആർക്കാണ്ട്. ഇത് ചത്ത ഗ്രേവാണ്. ഇവൻ ചത്ത ആർട്ടിസ്റ്റ്. ഞാൻ സ്കൂളിൽ പോകണം. രാവിലെ ആണല്ലോ ഒരു അല്ല, ഒരു മിനിറ്റ്. ഇല്ല, 12 മണിക്ക് ആരാടാ സ്കൂളിൽ പോവാ? ആദ്യമായിട്ടാടാ കാണുന്നത്. 12 മണിക്കൊക്കെ സ്കൂളിൽ പോവാ. ഇവിടെ മൊത്തം മലയാളികളായതുകൊണ്ട് ഇത്ര ചാറ്റിന് കുഴപ്പങ്ങളൊന്നുമില്ല. മൊത്തം ഫ്രണ്ട്ലി പ്ലെയേഴ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിൽ നിന്ന് പുറത്തിറങ്ങാം. ഇതെനിക്ക് രണ്ട് ആൾക്കാരൊക്കെ തന്നാണ്. ടോട്ടൊക്കെ വേറെ ആളും മറ്റേതൊക്കെ വേറെ ആളും അങ്ങനെയൊക്കെ തന്നാണ്. പിന്നെ നമുക്ക് കുറച്ച് ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യണം എന്തായാലും. രണ്ടുമാരും ഒരുമിച്ച് ഇത് നമ്മുടെ ഫ്രണ്ട് ഇട്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ടീമത്തെ ആളെന്ന് നമുക്കിതും വെട്ടാം. ഈ സ്വർണ്ണം ഏതിനാണ് പൈസ കൂടുതൽ നോക്കാം, എന്നിട്ട് നമുക്കതിന് ചെയ്യാം. നമുക്ക് രണ്ടൊന്നും വെക്കാം. എവിടെ സ്ഥലം? എവിടെ സ്ലാഷ് ടീം ഹോം വെയിറ്റ് ചെയ്യാതെ നമ്മൾ നേരെ വീട്ടിലെത്തും. ഓടാ പേടിച്ച് ആ സൗണ്ട് ഇട്ടപ്പോൾ. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ എന്ത് കമാൻഡ് അതൊക്കെ ഞാൻ ചോദിച്ചാണ്. ക്രീപ്പർ വന്നു. അതാണ് നമ്മളെ ആള്. സ്ലാഷ് TPA ഹിയർ ക്രീപ്പർ. ഇപ്പോൾ വരിയിരിക്കും. കണ്ടുണ്ടാവും അതിന്. ബ്രോ ഇങ്ങോട്ട് എന്നാണ് ഈസിയായിട്ട്. അതിപ്പോൾ അങ്ങനെ ചെയ്യാം. ബ്രോ കം ഹിയർ. എന്തൊക്കെയാണ് വർമി ഹിയർ. എടാ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? എന്തൊക്കെയാ കുഴപ്പം വരുന്നത്? പിന്നെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിൽ കുറച്ചൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. കാരണം ഇത് ആവശ്യം വരും, നല്ല ആവശ്യം വരുന്ന സാധനമാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓനോട് പറയണം യൂട്യൂബ് ചാനൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന അല്ല നല്ലത്. വേറെ ടീം പോയോ? അവൻ്റെ നോക്കട്ടെ. ക്രീപ്പർ ടീച്ചർ ലൈസൻസ് നമുക്ക് സെപ്പറേറ്റ്
ചെയ്യുന്നേ അല്ലേ നല്ലത്. ബ്രോ ടീമിൽ നിന്ന് പോകല്ലേ. എടാ എന്ത് ശരിക്കും എടാ പോവല്ലടാ. അവിടെ ആകെ ഓനുണ്ടായിരുന്നുള്ള ഓനോടും പോയാൽ പിന്നെ എന്ത്. എടാ ഇപ്പം എന്താ ചെയ്യേ? എടാ കഷ്ടപ്പെട്ട് നല്ല ബേസ് ഉണ്ടാക്കി, പക്ഷെ ഇവിടെ ആരുമില്ല. അപ്പോൾ പോയി ശരിക്കും പോയി. ഒന്നേലും അയച്ചു നോക്കട്ടെ പാട്ട്. ബ്രോ ടീമിൽ നിന്ന് പോകല്ല ഞാൻ അയച്ചേ പാട്ട്. അത് ഞാൻ അയച്ചേ ഇല്ല. കം ഹിയർ ഐ ആം മേക്കിംഗ് വീഡിയോ. ഇത് ശരിക്കും ഹെഡ്സെറ്റിൻ്റെ വയറുണ്ടല്ലോ, അത് കാരണമാണ് എത്ര ടൈപ്പിങ് പറ്റാത്തത്. ഇടയിൽ കൂടി കയറിയില്ല. ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതേ സ്പെല്ലിങ്ങിൽ എത്തണം വരിക. ഇപ്പോൾ ഫോൺ മറന്നു കാണാനേ. അപ്പോൾ നിഞ്ച കിങ് ഓൻ്റെ അടുത്ത് നിന്നാണ് ഈ ടോട്ടൊക്കെ കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. Come here, I am making video. TGR Legends Creeper ടെ ഇതിങ്ങനെ ജാവടി സെറ്റാണെന്ന് വെച്ചാൽ അവിടെ ആളവിടെ അവിടെ ഒന്നും കാണുന്നില്ല. ഇതാണ് ഞാൻ ചത്തത്. TGR അതും TGR സ്ക്രീവ്. ഞാൻ അവിടെ നിന്നാണ് ചത്തത്. ഞാൻ സോംബിയുടെ അടുത്തും ചത്തതാ. ഒരു സാധനം ഇല്ലാണ്ട് പോയത്. എൻ്റെ സാധനങ്ങളൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ഇല്ല. ഈ സത്യം പറഞ്ഞാൽ ആകെ ഒരു സീഡ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വേസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ വേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ എന്താ വെറുതെ ജസ്റ്റ് ഓർക്കുന്നത്. നമ്മളിൽ ഇത്രയും സാധനമുണ്ട്. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെടാ /TPA ഹിയർ ഓനൊന്ന് വീഡിയോക്ക് വിളിക്കണം. അപ്പോൾ ചിലപ്പോൾ വീഡിയോയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് നേരെ മൈനിങ്ങിന് കുറച്ച് ഇവിടെ നമ്മളെ ടോർച്ച് ഇല്ല. അതുകൊണ്ട് അവിടെ ലാപ്പിസ് ലാസോളി കിട്ടി. അത് നല്ലതാണ്. ഇത്ര പൈസ കിട്ടിയതിന് എൻ്റെ ഇത് എത്ര ലാപ്പിസ് ലാസോളി ഉള്ളേ? അവിടെ എവിടെയോ ഒരു സോംബിൻ്റെ ബ്ലോണ് ബൈക്ക് ക്രീപ്പർ വാസു ചത്തീസ്.
പറഞ്ഞ സാധനം ഗൈസ് ബാക്കിയുള്ളവർക്ക് മെമ്പർ എന്നൊക്കെ കാണിക്കുന്നത്. കൂൾ. അപ്പോൾ അങ്ങനെ കുറേ /TPA ക്രീപ്പർ എന്നല്ലേ ഞാൻ വിചാരിച്ച ഓന് പൊട്ടിത്തെറിച്ച് നമ്മുടെ ഫ്രണ്ട് ക്രീപ്പറിന് അറിയാണ്ട് മാറിപ്പോയി. ക്രീപ്പറിനൊന്ന് എനിക്ക് വിളിക്കണമെങ്കിൽ സോൺ പെട്ടെന്ന് വരട്ടെ. എനിക്ക് വീഡിയോ ഉണ്ടാക്കണം അവനോട്. അവൻ്റെ കൂടെ എനിക്ക് ഒരു വീഡിയോ ഉണ്ടാക്കണം. നന്നായി. എൻ്റെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് 1K അടിച്ചാൽ എനിക്ക് ആഡ്സെൻസിൻ്റെ പൈസ കിട്ടും. ഞാൻ മൈൻഡ് സാറല്ല. നമ്മളൊരു കുറേ ബ്ലോക്ക് കണ്ടോ. ബ്ലോക്കിന് കുറവ് വരുമെന്ന് തോന്നുന്നില്ല. ഇതെന്താ ലാപ്പിസ് ലാസോളി ഓറ ഐസ് കിട്ടും എനിക്ക്. നമുക്ക് ഇതൊക്കെ ഒന്ന് കയറ്റിയേക്കാം. എനിക്ക് സോറാണ് നമുക്ക് കിട്ടിയ. നമുക്ക് ഈ നെതറേറ്റിൻ്റെ വ്യത്യാസം എടുത്ത് കഴിക്കാം. ഇപ്പോഴല്ലേ മറ്റേത് കിട്ടുന്നത്. നമുക്ക് ഒരെണ്ണം വിറ്റ് നോക്കാം. നോക്കാം. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ഇട്ടോക്കാം. ഇതിട്ട് ഇല്ല സെല് ചെയ്യാൻ പറ്റില്ല. /സെൽ ബൈ. നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഇതിടാം. ഇത്രയേ ഉള്ളൂ. /സെൽ ബൈ ടോട്ടം തന്നെ നമുക്ക് ആവുന്നില്ല. ഇത് അതാ മരങ്ങളൊന്നും ബുക്കാൻ പറ്റില്ല വെച്ചാൽ. /സെൽ നമുക്ക് ഇതൊന്ന് ഇട്ടോ ഗൈസ്. എന്നിട്ടൊന്നും പറ്റില്ല. ഇതെന്ത് എന്നാ ഞാൻ എന്ത് ഇട്ടിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓനെ ആരെങ്കിലും ഒന്ന് വിളിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആള് ക്രീപ്പർ. അവനെന്താ വെച്ചാൽ ഓക്കെ എന്നെ എന്തിനാ വിളിച്ചേ. ഞാൻ കഴിച്ചെടുക്കാം. ഗ്രൈൻഡ് അല്ല ഇത് TGR ZNets എന്ന YT ചാനലിൽ എൻ്റെ ഡിസ്കോർഡ് ഉണ്ട്. നോക്കണേ ഇങ്ങോട്ട് നോക്കണേ. പ്ലീസ് TGR ZNets എന്ന ചാനൽ എൻ്റെ ഡിസ്കോർഡ് ഉണ്ട്. ഇനി അങ്ങനെ അവനെ ഡിസ്കോർഡിൽ വിളിക്കാം.
എന്തോ ഇടുന്നുണ്ട്. അതുവരെ ഇങ്ങനെ പറന്ന് വെയിറ്റ് ചെയ്യാം. അല്ല ഒരു മിനിറ്റ്, ഇവിടെ ഓൻ്റെ ഗെയിമർ ടാഗിനിടയിൽ കൂടി എൻ്റെ ആർമർ കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു അങ്ങനെ കാണില്ലാന്ന് തോന്നുന്നു. ഇതെന്തായാലും സെറ്റ് ബേസാണ്. ഓൻ ശരിക്കും ഇടുന്നുണ്ട്. എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്നും ആവുന്നില്ല. ഒരാളെ ഓക്കെ, ഞാൻ സബ് ചെയ്തേക്കാം. ഐ ആം ഗോയിങ് യു കണ്ടിന്യൂ. എല്ലാം അയക്കട്ടെ. എങ്ങോട്ട്? ഓടുന്നുണ്ട്, ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. നിങ്ങൾ മീറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ഈ സാധനങ്ങളൊക്കെ എനിക്ക് വേറെ ആളാണ് തന്നത്. നല്ല ആളാണ്. ഞാൻ അവനോട് ചോദിച്ചു, ഓൻ്റെ ശൽക്കർ ബോസും സാധനങ്ങളൊക്കെ എടുത്തു. ഇവിടെ ഞാൻ ഒരു വലിയ ഫാം ഉണ്ടാക്കാൻ നോക്കുക അവിടേക്ക്. ഓക്കെ, ഓക്കെ, ബൈ. അല്ല, അപ്പോൾ ഈ സോന അവിടെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മൈനിങ്ങിന് പോകണം. മൗസ് പാഡ് കുറച്ച് താഴോട്ട് ഇടട്ടെ. ഈ സോൺ പോയി. അവിടെ ഇവിടെ എന്താ പറയുക, സ്കോപ്പറിന് പൈസ കിട്ടും, അതാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഈ കോഴിന് നല്ല പൈസ കിട്ടും തോന്നി. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ച് അയറണും സാധനങ്ങളൊക്കെ കിട്ടാൻ മറ്റേതൊക്കെ ഉപകാരം വരും. ഇതെന്തൊക്കെയാ സൗണ്ട് കേൾക്കുന്നത്? നമ്മളിത് ഫുൾ എടുത്തിട്ടേ പോകുള്ളൂ. ഒരു സ്റ്റിക്ക് ഉണ്ടോ? ഇല്ല. നമുക്ക് ഈസി ആയിട്ട് ഇനി മൈനിങ് ചെയ്യാം. നമ്മുടെ ഈ ഡയമണ്ട് പ്ലസ് ഇല്ല, അതിൽ നമുക്ക് സിൽക്ക് ഡച്ച് ഉണ്ട്. ഈ സാധനക്ക് സിൽക്ക് ഡച്ച് രണ്ടും കൂടിയാണ് തന്നത്. സിൽക്ക് ഡച്ചിൻ്റെ പെട്ടെന്ന് ചെറുതല്ല. പ്ലീസ് നമുക്ക് നേരെ പോവാം. സിൽക്ക് ഡച്ച് ഇതൊക്കെ എന്താണ് ഈ സാധനം? എന്താ ഗോൾഡ്? നിങ്ങൾ ആദ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് പറയേ. അപ്പോ അയ്യോ ഞാൻ അടുത്തേ
ഇനി ഗൈസ് നമ്മുടെ ഓറിൻ്റെ സ്ഥലത്ത് കൊണ്ട് വെക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മറ്റേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സ്ഥലം. ഇതിനെന്താ ലൂട്ടിങ് ഉണ്ട്. ഫോർച്യൂണായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അവനവിടെ ഫാം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് കുറച്ചുകൂടി മൈനിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഇനിയും കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് ടോർച്ച് എടുത്തിറങ്ങാം. ഇത് എവിടെ നിന്നാണ് ഈ സാധനം എൻഡർമാൻ്റെ വെച്ചേക്കുന്നത്? ഞാൻ താഴോട്ട് പോയി ഉപയോഗിക്കണം. ഇവിടെ ഒന്നുമില്ല. ഞാൻ ടോർച്ചിനാണ് സ്പോണാൻ പറ്റിയത്. നമുക്ക് ബാക്കി മൈനിങ് ഒക്കെ തുടങ്ങാം. അങ്ങനെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നിന്ന് എത്തിയിരിക്കുന്നു. എനിക്ക് എത്തേണ്ട ഇവിടുത്തെ ഡീസിലേക്ക് എത്തിയ നല്ല ഡയമണ്ട് ഒക്കെ കിട്ടും എനിക്ക്. ഇവിടെ അയറണും കൂടുതലൊക്കെ കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ഡീപ് സ്ലേറ്റിന്റെ കേവ് റൈസ്. അപ്പോൾ ഈ ചെന്നത്തെ എടുത്തുള്ള അപ്പുറത്ത് എടുക്കണം. ബൈ ബൈ.